ഹലോ, അങ്ങനെ ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരികയാണ്. ഫസ്റ്റ് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് ബിരിയാണിയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള തനി നാടൻ ഫിഷ് ഏതാ? മത്തി. അതെ, നമുക്കിന്ന് ഒരു മത്തി ബിരിയാണി രുചിച്ച് നോക്കാം. ഒരു ചട്ടി എടുത്ത് മീൻ വറുത്ത ഓയിൽ ഇടുക. 1 ടീസ്പൂൺ നെയ്യും ആഡ് ചെയ്യുക. ഇത് ചൂടായി കഴിഞ്ഞ ശേഷം 2 പട്ട മുറിച്ചിടുക, 3 ഏലക്ക, 6 കറിയാമ്പും ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഇതിന് ശേഷം 6 അല്ലി വെളുത്തുള്ളിയും 3 പച്ചമുളകും 1 ചെറിയ ഇഞ്ചിയും കൂടി പേസ്റ്റാക്കി നല്ലപോലെ വഴറ്റിയെടുക്കുക. ഒരു മീഡിയം സൈസ് തക്കാളി ആഡ് ചെയ്യുക. ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. എണ്ണ തെളിയണത് വരെ വഴറ്റിയെടുക്കുക. തക്കാളിയിൽ നിന്ന് എന്തായാലും വെള്ളം ഇറങ്ങും. ആ വെള്ളം ഇറങ്ങി എണ്ണ തെളിയണത് വരെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും നമ്മൾ ഇടുക. അത് യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു കളർ ചേഞ്ച് വരും. അതുവരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യകരമായ അത്രയും വെള്ളം ഒഴിക്കുക. വെള്ളം കൂടിപ്പോകരുത്, കുറഞ്ഞു പോയാലും കൂടിപ്പോകരുത് കേട്ടോ. അതുകൊണ്ട് ചെറുതായി ഒഴിച്ച് വേണം നമ്മൾ നമ്മുടെ ഗ്രേവി ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമ്മൾ ഒരു സ്പെഷ്യൽ സാധനം ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് വെജിറ്റബിൾ സ്റ്റോക്ക്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇതിട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ ഇതിനു മുന്നേ 2 സവാള, മീഡിയം സൈസ് സവാള എണ്ണയിൽ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 3/4 ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇത് ലാസ്റ്റ് ഇടാൻ കാരണം ഇതിന് ടേസ്റ്റ് കൂടുതലായിരിക്കും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ്. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. ഇപ്പം ഞാൻ 1 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്, നോക്കിയിട്ട്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഗ്രേവി കുറഞ്ഞു പോയില്ലേ, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് അത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിനൊരു സ്മെല്ല് വരും. ആ സ്മെല്ല് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നല്ല പാകത്തിനായിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മത്തി അങ്ങോട്ട് നിരത്തി വയ്ക്കാം. ഞാനിവിടെ ഒരു 21 മത്തിയാട്ടം യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ അംഗങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് മത്തിയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി ഈ മത്തിയും മസാലയും തമ്മിലൊന്ന് യോജിപ്പിക്കണ്ടേ, നമ്മൾ കയ്യിൽ വെച്ച് യോജിപ്പിക്കുക. പിന്നെ അധികം പ്രസ് ചെയ്യൊന്നും ചെയ്യരുത്, കാരണം അതായത് മീറ്റ് വിട്ടുപോരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി അത് നമുക്ക് അടച്ച് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. ചൂടായിട്ടുള്ള ചട്ടിക്കകത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് ഓയിലും അതിലേക്ക് ഏലക്കയും പട്ടയും കറിയാമ്പും പൂവും ഇടാം. ആ ചൂട് വെളിച്ചെണ്ണക്കകത്ത് ഇത് മൊരിയുമ്പോഴത്തേക്ക് നല്ല സ്മെല്ല് വരും. അപ്പോഴേക്കും നമുക്ക് വെള്ളം ഒഴിക്കണം. നമ്മളിവിടെ 4 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 6 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ആളുകളെ എണ്ണ അനുസരിച്ചിട്ടാണ് അരിയുടെ അളവ് എടുക്കേണ്ടത്. ഇനി തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരിക്കുന്ന സവാളയില്ലേ, അതിൻ്റെ കുറച്ചങ്ങ് ഇട്ട് കൊടുക്കുക. അത് ആ വെള്ളത്തിലിരുന്ന് തിളക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ വെള്ളത്തിന്. ഇനി നല്ലപോലെ ഇളക്കാം. കുറച്ച് ഉപ്പും പകുതി നാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കുക. ഈ നല്ലപോലെ ചൂടാവുമ്പോൾ ഒരു കളർ ചേഞ്ച് വരും. ഈ ചേഞ്ച് വന്നതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം, ഇല്ലെങ്കിൽ വെന്ത് പോകും. അങ്ങനെ നമ്മുടെ റൈസ് റെഡി. പാകത്തിനുള്ള വേവായിട്ടുള്ളൂ. ഇനി നമുക്ക് ദമ്മടിക്കണം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫിഷ് മസാലയല്ലേ, അതിലേക്ക് കുറച്ച് മല്ലിയിലയും മിൻറ്റും കാഷ്യൂനട്ടും ഇടാം. കിസ്മിസ് വേണ്ടവർക്ക് ഇടാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ റൈസ് ലെയറായിട്ട് ഇടുന്നു. ഇവിടെ മസാലയൊന്നും നമ്മൾ മസാല റൈസ് അങ്ങനെ ലെയറായിട്ട് ഇടുന്നില്ല. മൊത്തത്തിലുള്ള മസാല താഴെയും അതേപോലെ തന്നെ റൈസും ഇട്ട് നമ്മൾ ദമ്മടിക്കാനാണ് നോക്കുന്നത്. ലാസ്റ്റായിട്ട് കുറച്ചും കൂടി മല്ലിയിലയും മിൻറ്റ് ഇലയും അതേപോലെ തന്നെ കാഷ്യൂനട്ടും വാട്ടിയ സവാളയൊക്കെ ഇട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് അടച്ച് ലിഡും വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് ചൂടാക്കാം. അത് തുറക്കുമ്പോൾ നല്ല ദം ബിരിയാണിയുടെ മണം അടിക്കുന്നുണ്ട്.
ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പയ്യെ സ്ലോലി മിക്സ് ചെയ്യാൻ പാടോട്ടോ, അല്ലെങ്കിൽ മീൻ രണ്ടായി മാറും. അങ്ങനെ നമ്മുടെ മത്തി കൊണ്ടുള്ളൊരു ബിരിയാണി റെഡി. സാധാരണ ആരും മത്തി വെച്ച് ബിരിയാണി ഉണ്ടാക്കാറില്ല. എന്നാലും നമുക്കൊരു വെറൈറ്റി ഒക്കെ വേണ്ടേ? ഇതൊന്ന് ഉണ്ടാക്കി നോക്ക്, എന്തായാലും നിരാശപ്പെടുകയില്ല.